നമസ്കാരം. മാന്യമഹാജനങ്ങളെ, പറയുന്നത് കൊണ്ട് വിഷമമൊന്നും തോന്നരുത്. ലോക തോൽവിയായ ഗണപതി വട്ടംജി അങ്ങനെ വീണ്ടും ഗോദയിലേക്ക് ഇറങ്ങുകയാണ്. അയ്യോ, ഫയൽവാന്റെ ഗോദയല്ല, തിരഞ്ഞെടുപ്പ് ഗോദ. ഇക്കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ മിസ്റ്റർ വട്ടംജി വയനാട്ടിൽ ഒരു ഭൂലോക തോൽവിയായത് എല്ലാവരും കണ്ടതാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ പോരാട്ട വീര്യം അവസാനിക്കുന്നില്ല സുഹൃത്തുക്കളെ, അവസാനിക്കുന്നില്ല. വയനാട് ലോക്സഭാ മണ്ഡലം രാഹുൽജി സഹോദരിയായ പ്രിയങ്കാജിക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണല്ലോ. ഒരു വീട്ടിൽ നിന്ന് 3 MP മാറി. എൻ്റെ പൊന്നോ, എന്താ ഒടുക്കത്തെ ബുദ്ധിയാന്ന്. പ്രിയങ്കാജി വയനാട്ടിലേക്ക് എത്തുന്നു എന്ന് കേട്ട പാതി കേൾക്കാത്ത പാതി മിസ്റ്റർ വട്ടംജി മുണ്ടും മടക്കിക്കൂത്തി ചുരം കയറിയിട്ടുണ്ട്. പ്രിയങ്കാജിയെ തോൽപ്പിച്ചേ അടങ്ങൂ എന്നതാണ്. നല്ലതാ, വളരെ നല്ലതാ, ഒന്നും പറയാനില്ല. പോരാട്ട വീര്യം ചോരാതിരിക്കാൻ എന്തേലും ഇട്ടിട്ടുണ്ടായാൽ മതിയായിരുന്നു എന്നാണ് ഈയുള്ളവരുടെ അഭ്യർത്ഥന. അതുകൊണ്ടേ ദിപ്പോ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 1,41,045 വോട്ട് മാത്രമാണ് കിട്ടിയത്. രാഹുൽജിക്ക് 3,44,022 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ഉണ്ടായിരുന്നത്. ഓർക്കണം ഇതൊക്കെ. കോൺഗ്രസ് തന്നെ അക്ഷരാർത്ഥത്തിൽ ഈ ഭൂരിപക്ഷം കൊണ്ട് ഞെട്ടിപ്പോയി. ഒരുമാതിരി ബുൾസൈ പോലെ ആയിപ്പോയി കണ്ണൊക്കെ. ഇനിയിപ്പോ അവർ ഒരു മിനിമം 5 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് പ്രതീക്ഷിക്കുന്നത്. അതാണ് മിസ്റ്റർ സുരേന്ദ്രജി പൊട്ടിക്കാൻ പോകുന്നത്. നന്നായി വരട്ടെ മക്കളെ, അല്ലാണ്ട് എന്തു പറയാനാണ്. ശ്രീജി കേരളത്തിൽ താമര വിരിയിക്കാൻ മുൻകൈയെടുത്തു എന്നതാണ് സുരേഷ് ഗോപിയുടെ വിജയം വന്നതോടെ പോസ്റ്റിട്ട് അർമാദിച്ചത്. സ്വന്തം മണ്ഡലം കാക്കാൻ കഴിയാതെ പോയതോ ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം എന്നായിരിക്കണം ശ്രീ വട്ടംജി ഉദ്ദേശിച്ചത്. എന്തായാലും കേന്ദ്രം ശ്രീ ജിയോട് പറയണം, ഇനിയൊരു അംഗത്തിന് ബാല്യമില്ല എന്ന്. കുറച്ച് എടുത്തുചാട്ടവും കുറച്ച് കുനിഷ്ടും ഉണ്ടെന്നേ ഉള്ളൂ. ആളൊരു ശുദ്ധനാണെന്നേ. എന്തായാലും കോൺഗ്രസ് ക്യാമ്പിൽ ആരവം ഉയർന്നിട്ടുണ്ട്. കന്നി മത്സരത്തിനായിട്ട് കേരളത്തിലേക്ക് പ്രിയങ്ക എത്തുന്നതിന്റെ ആരവമാണത്. അതിനിടെ പ്രിയങ്കാജി വയനാട്ടിലേക്ക് എത്തുന്നു, രാഹുൽജി മണ്ഡലം ഒഴിഞ്ഞെന്നും കേട്ടതോടെ അപ്പോൾ തന്നെ മിസ്റ്റർ വട്ടംജി ഒരു പോസ്റ്റ് ഇട്ടു, രാഹുൽ വയനാട്ടുകാരെ ചതിച്ചെന്ന്. ആരെ ഈ പറയണേന്നൊന്ന് നോക്കണേ. ഇക്കാലം അത്രയും ഇടങ്കോലിൽ പണി ചെയ്ത് BJPക്ക് ഇടങ്കോലിട്ടോണ്ടിരുന്ന ആളാണ് ആ വോട്ട് പുല്ലി. എന്തായാലും കോൺഗ്രസ് ക്യാമ്പ് സന്തോഷത്തിലാണ്. ശ്രീ ജി ആണെങ്കിൽ ഭൂരിപക്ഷം പ്രതീക്ഷിക്കാവുന്നതിന് അപ്പുറമായിരിക്കുമല്ലോ. അവർ ഇറങ്ങുകയാണ് സുഹൃത്തുക്കളെ, ഗ്രൂപ്പ് പോരൊക്കെ മാറ്റിവെച്ച. ഇനി വട്ടംജിയെ തേച്ച് ഭിത്തിയിൽ ഒട്ടിക്കുന്നത് കാണാം. സംസ്ഥാനത്ത് UDFന്റെ ഏറ്റവും വലിയ കോട്ടയായ വയനാട് ലോക്സഭാ മണ്ഡലത്തിലേക്ക് ആശങ്ക ഒന്നുമില്ലാതെയാണ് പ്രിയങ്കാജി എത്തുന്നത്. ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം വടക്ക് രാഹുലും തെക്ക് പ്രിയങ്കയും എന്ന രാഷ്ട്രീയ സമവാക്യം ആവേശം കൊള്ളിക്കുന്നതാണ്. ആ ആവേശം എല്ലാവരിലേക്ക് എത്തിക്കഴിഞ്ഞു. തൃശൂരിലെ തോൽവിയിലുണ്ടായ നിറമാങ്ങൾ വയനാട്ടിലെ ഉപതിരഞ്ഞെടുപ്പിലൂടെ ജ്വലിപ്പിക്കാമെന്നാണ് ഇപ്പോൾ പാർട്ടി വെച്ചിരിക്കുന്ന പ്രതീക്ഷ. അത് ഒരു പ്രതീക്ഷ തന്നെയാണ്. അതിലൊരു കോട്ടം തട്ടുമെന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. ഭൂരിപക്ഷം 4 ലക്ഷം കടക്കുമെന്നാണ് പാർട്ടി നേതൃത്വം ഇപ്പോൾ തന്നെ പറയുന്നത്. ഇനി വട്ടംജി ഇറങ്ങിക്കഴിഞ്ഞാൽ ആ ഭൂരിപക്ഷം എന്നുള്ളത് ഏത് നിലയിലേക്ക് എത്തുമെന്ന് എല്ലാവർക്കും ചിന്തിക്കാവുന്നതേ ഉള്ളൂ. നെഹ്റു കുടുംബം കേരളത്തെ ചേർത്ത് പിടിക്കുന്നുവെന്ന വൈകാരികതയാണ് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ വെറുതെ, എന്നാലും പോട്ട്, അങ്ങനെ അവർ ചിന്തിച്ചോട്ട്. വയനാട് രാഹുൽ ഒഴിഞ്ഞതിൽ കടുത്ത വിമർശനം എതിർ പാർട്ടികൾക്കുണ്ട്. പ്രിയങ്കാജി ആണെങ്കിലും സ്ഥാനാർത്ഥിയെ നിർത്താനാണ് CPI നീക്കം. പക്ഷേ ആ പ്രചാരണത്തിൽ എന്തൊക്കെ പറയുമെന്നത് ഇടതു പാർട്ടിക്ക് ആശങ്കയുണ്ടാക്കുന്നുണ്ട്. ഇക്കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ രാഹുൽജിക്കെതിരായ കടന്നാക്രമണം പ്രിയങ്കക്കെതിരെ ആവർത്തിച്ചാൽ കൂടുതൽ കൈകൊള്ളുമെന്ന പ്രശ്നം LDFന് മുന്നിലുണ്ട്. ശക്തി കുറച്ചാൽ BJP കൂടുതൽ ശക്തിപ്പെടുമെന്ന പ്രശ്നവും ബാക്കിയാണ്. വയനാടിനൊപ്പം പാലക്കാടും ചേലക്കരയും കൂടി ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ പ്രിയങ്കാജി ഫാക്ടർ ഗുണമാകുമെന്നാണ് കോൺഗ്രസ് കണക്കുകൂട്ടുന്നത്. ചേലക്കരയിൽ വിജയിക്കാൻ സാധിച്ചാൽ അത് കോൺഗ്രസിന് വൻ നേട്ടമായി മാറുമെന്ന കാര്യവും ഉറപ്പാണ്.
അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിലും കേരളത്തിൽ പ്രിയങ്കാജിയുടെ സാന്നിധ്യം ഗുണകരമാകുമെന്ന് കോൺഗ്രസ് നേതാക്കളും കരുതുന്നുണ്ട്. വയനാടിനെ സംബന്ധിച്ചും പ്രിയങ്കാജി പുതുമുഖമല്ല എന്നുള്ള ഒരു കാര്യം കൂടി ഈ വട്ടംജിയൊക്കെ ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്. കാരണം 2019 രാഹുൽജി വയനാട്ടിൽ മത്സരിക്കാൻ എത്തിയപ്പോൾ തിരഞ്ഞെടുപ്പ് ക്യാമ്പയിനുകളിൽ സജീവമായിരുന്നു ഈ പറയുന്ന പ്രിയങ്കാജി. അതിനു പുറമെ രാഹുൽജിയുടെ MP സ്ഥാനത്തിന് അയോഗ്യത വന്ന സമയമുണ്ടായിരുന്നു. ആരും മറന്നു കാണില്ല അത്. ആ സമയം ജനങ്ങളെ കാണാൻ വയനാട്ടിൽ എത്തിയപ്പോഴും പ്രിയങ്കാജി കൂടെ ഉണ്ടായിരുന്നു. ഈ വരവൊന്നും വെറുതെ ആയിരുന്നില്ല, അവരൊക്കെ മുൻകൂട്ടി കണ്ടിട്ടുള്ള പ്രവൃത്തിയായിരുന്നേ. അന്ന് ഒരു ജനത മുഴുവൻ രാഹുൽജിക്കും പ്രിയങ്കാജിക്കും പിന്നിൽ അണിനിരന്നു. രാഹുൽജിയെ അയോഗ്യനാക്കിയതിന്റെ പ്രതിഷേധം കൽപ്പറ്റയിലെ തെരുവിൽ തിരമ്പുകയും ചെയ്തു. ഒടുവിൽ വയനാട്ടിൽ 2ാം വട്ടവും രാഹുൽജി മത്സരിക്കാൻ എത്തിയപ്പോഴും ക്യാമ്പയിനുകളിൽ പ്രിയങ്കാജി സജീവവുമായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ സഖാവിനെ അടക്കം ശക്തമായ ഭാഷയിലാണ് വിമർശിച്ചത്. ഇത് പ്രിയങ്കാജിയാണ് ഈ വിമർശനം ഉന്നയിച്ചത്. പ്രിയങ്കാജി ഇത് പറഞ്ഞ് കത്തിക്കയറുമ്പോൾ വൻ ആരവമായിരുന്നു വയനാട്ടുകാർ നൽകിയത്. അപ്പോ ഇനി എന്തായാലും കാവിലെ പാട്ടുത്സവത്തിന് കാണാം.